സഹചാരി ഫണ്ട് ആരും മറന്നു പോകരുത്. ചിലപ്പോ നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും നാട്ടിലുള്ള രോഗികൾക്കായിരിക്കും നമ്മുടെ ഈ സംഭാവന എത്തിപ്പെടുന്നത്. അവർ അത് ലഭിച്ചൊരു അൽഹംദുലില്ലാഹ് ചിലപ്പോൾ നമ്മുടെ ആഖിറം തന്നെ രക്ഷപ്പെട്ടു പോകാൻ കാരണമായിരിക്കും. അതുകൊണ്ട് നല്ല ഒരു സഹായം ഓരോരുത്തരും എത്തിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്ന ചെറിയൊരു പരിഭാഷ അവരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നിർത്താം. ഇവിടെ പരിശുദ്ധ റമദാനിന്റെ ബഹുമാനങ്ങളും ആദരവുകളും അതിനെ കുറിച്ചാണ് നമ്മുടെ ഖുത്ബ ഇന്ന് സംസാരിച്ചത്. ആദ്യമായി തന്നെ പറഞ്ഞു, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഖദ് മദാ ശഹ്റു ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. റമദാനും പോയി, ശഅബാനും പോയി. ഫഹൽ മിൻകും മൻ ജബറ മാ ഫാത്, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. റമദാനില്ലാത്ത മാസങ്ങളിൽ, ശഅബാനില്ലാത്ത മാസങ്ങളിൽ തഹജ്ജുദ് നിസ്കാരം തീരെ ഇല്ലാത്തവരാണ്, വിത്ർ നിസ്കാരം ഇല്ലാത്തവരാണ്, ദുഹാ നിസ്കാരം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്, സ്വതത്തെക്കുറിച്ച് സകാത്തിനെ കുറിച്ച് ആലോചിക്കാത്തവരാണ്. അതുകൊണ്ട് ഖുത്ബ ചോദിച്ചു, ശഅബാൻ കഴിഞ്ഞുപോയി, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അമൽ അത് പരിഹരിച്ചെടുക്കാൻ മനസ്സിൽ പ്രതിജ്ഞ ചെയ്ത ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ? ശഅബാൻ വിടവാഞ്ഞു പോയപ്പോ നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. 2 മാസത്തിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമായി അല്ലാഹു നമ്മുടെ കയ്യിൽ തന്ന മാസം. സുബ്ഹാനല്ലാഹ്. ഖുത്ബ ചോദിക്കുന്നു, ഫഹൽ മിൻകും മൻ യുസയ്യിനുഹു ബിത്വാഅത്ത്, ഈ റമദാൻ അല്ലാഹു പൊരുത്തപ്പെടുന്ന ആരാധനകളെ കൊണ്ട് ഞാൻ ധന്യമാക്കും, റമദാൻ ഇബാദത്ത് കൊണ്ട് ഞാൻ ഭംഗിയാക്കും എന്ന് മനസ്സിൽ പ്രതിജ്ഞ ചെയ്ത ആളുകൾ ഖുത്ബ കേൾക്കുന്ന മെമ്പർമാരുടെ കൂട്ടത്തിലുണ്ടോ എന്നൊരു ചോദ്യമാണ്. റമദാൻ അങ്ങനെയല്ലേ? റമദാൻ എന്തിനാണുള്ളത്? എന്തെങ്കിലും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല റമദാൻ, അല്ലെ? മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. കച്ചവടം 12 മാസം ധാരാളമായി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ റമദാൻ അതിന് വേണ്ടിയിട്ടല്ല, റമദാൻ ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്താലും, ചെറിയൊരു അമല് ചെയ്താലും അതിന് ഒരുപാട് പ്രതിഫലം, 70ഉം 700ഉം 70,000 അതിനപ്പുറവും പ്രതിഫലങ്ങൾ അല്ലാഹു നമുക്ക് കോരി വാരി ചൊരിച്ചു തരുന്ന മാസമല്ലേ റമദാൻ. അല്ലാത്ത മാസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖം കാണുമ്പോ ഒരു പുഞ്ചിരിച്ചാൽ, ഒരു ചിരി, അത് സദഖയാണ്. ഒരു ചിരി സദഖയാണ്. ആ സദഖയ്ക്ക് ഒരു സുന്നത്തിന്റെ കൂടിയാണെങ്കിൽ റമദാൻ കാണുമ്പോ, റമദാൻ വരുമ്പോ നാം ഒരു മുഅ്മിനായ മനുഷ്യനെ കണ്ടിട്ട് ഒരു ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അസ്സലാമു അലൈക്കും പറയാൻ, അതിന് സുന്നത്തിന്റെ കൂലിയൊന്നുമല്ല, ഫർദിന്റെ കൂലിയാണ്. റമദാനിൽ ചെയ്യുന്ന ഓരോ സുന്നത്തുകൾക്ക് ഫർദിന്റെ കൂലിയാണ്. നാം നിസ്കരിക്കുന്ന റമദാനിലെ നിസ്കാരങ്ങൾ നമ്മുടെ നിയ്യത്ത് സുന്നത്ത് നിസ്കാരാണെങ്കിലും നമുക്ക് അല്ലാഹു തരുന്നത് ഫർദിന്റെ കൂലിയാണ്. ഒരു ഫർദിനോ ധാരാളം ഇരട്ടി പ്രതിഫലങ്ങൾ. എന്നാൽ അതുപോലെയാണ് ഈ റമദാനിൽ നാം ചെയ്യുന്ന തെറ്റുകളാണെങ്കിലും മറ്റുള്ള മാസത്തിന് പോലെയല്ല ഈ റമദാനിൽ ചെയ്യുന്ന തെറ്റ്. അതിന് പനിഷ്മെന്റ് കൂടുതലാണ്, അതിന് അല്ലാഹു തരുന്ന ശിക്ഷാ നടപടികൾ അധികമാണ്. അതുകൊണ്ട് പറഞ്ഞു, നല്ല ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ തീരുമാനിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്താ പറഞ്ഞത്? അതാ അറിയണേ, നിങ്ങളിപ്പോൾ നിലവിലുള്ള മാസം, ഈ മാസം ഏതാണെന്ന് അറിയോ? ഒരു കൊല്ലത്തിന്റെ വെളിച്ചമായ മാസമാണ് ഈ റമദാൻ പറഞ്ഞു. ഈ മാസത്തിൽ ചെയ്യേണ്ട നമ്മുടെ വീടുകളിൽ ഇൻവെർട്ടർ ഉണ്ടല്ലോ, കറണ്ട് പോയാലും പിന്നെ നമ്മുടെ വീട് വെളിച്ചമാക്കാൻ നാം ഉപയോഗിക്കുന്ന ഒരു സാധനം ഇതാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. 11 മാസത്തിന്റെ ഒരു ഇൻവെർട്ടറായി, ഒരു ചാർജറായി ഈ റമദാൻ നമുക്ക് ആക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ള മാസത്തിലും ഇതിന്റെ വെളിച്ചുണ്ടാവും, മറ്റുള്ള മാസത്തിലും ഇതിന്റെ ഒരു പ്രഭ നമ്മുടെ കൽവിലുണ്ടാവും. നിസ്കാരം കഥാക്കണമെന്ന് തോന്നുമ്പോ റമദാനിൽ ചെയ്ത ഇബാദത്ത് നമുക്ക് തടസ്സമാകും. കണ്ടുപിടിക്കണമെന്ന് മനസ്സ് പറയുമ്പോ റമദാനിൽ നിസ്കരിച്ച തറാവീഹ് നമ്മോട് വാത് പറയും, മോനെ വേണ്ട മോനെ, റമദാനിൽ തൗബ ചെയ്തതല്ലേ, റമദാനിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചതല്ലേ, റമദാനിൽ നോമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് നീ പരിശീലിച്ചവനല്ലേ, ഇത് വേണ്ട എന്ന റമദാൻ നമ്മോട് ഉപദേശം പറയും. അതാണ് കൊല്ലത്തിന്റെ മുഴുവൻ ഈ റമദാൻ ഒരു വെളിച്ചമാണ്. റമദാനിലുള്ള നോമ്പ് അത് പരിശുദ്ധമായ ഇസ്ലാം കാര്യങ്ങളിൽ, ഇസ്ലാമിന്റെ തൂണുകളിൽ മർമ്മപ്രധാനമായ ഒരു തൂണും കൂടിയാണ് ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കിതാബാകുന്ന ഖുർആൻ നമ്മുടെ കയ്യിലെത്തിച്ച മാസം.
തൗബ ചെയ്യുന്ന ആളുകൾ അവരുടെ ആ തൗബയുടെ വാതിൽ അള്ളാഹു തുറന്നു വെക്കുന്ന മാസമാണ്. തൗബ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് എന്തൊരു സന്തോഷം. നമ്മോട് നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഒന്ന് തല്ലി, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ കാല് പിടിച്ച്, ഏറ്റവും കുറഞ്ഞത് അവന്റെ കാല് പിടിച്ചിട്ട് പൊരുത്തണേ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എത്ര സന്തോഷം ഉണ്ടാവും. ഒരിക്കലും 40 രൂപ ഉറപ്പായിട്ടും കൽവിൽ ചെറിയ ഈമാനുള്ളവനാണെങ്കിൽ 40 രൂപ. അതാണ് മോണി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 40 രൂപ. അത് ഏറ്റവും ക്വാളിറ്റിയുള്ള നമ്മുടെ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു മാപ്പ് ചോദിക്കാനാണ്. അല്ലെ, സാധാരണ പറയുന്നത് ഓന്റെ കാല് പിടിക്കണോ, ഓന്റെ കാല് പിടിച്ചാൽ മാത്രമേ ഞാൻ പൊരുത്തു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ 10 ആളുകളുടെ മുന്നിൽ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ പൊരുത്തു കൊടുക്കും. ഇതാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യനിക്ക് തന്നെ എന്തെങ്കിലും ഒരു അബദ്ധം വരുമ്പോ മാപ്പ് ചോദിച്ചാൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലാഹ് എത്ര സന്തോഷവാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഒരു ഉദാഹരണമായി പറഞ്ഞത്, ഒരു ഒട്ടകപ്പുറത്ത് അവന്റെ ഭക്ഷണങ്ങളും അവന്റെ വസ്ത്രങ്ങളും ഒക്കെയും ഉള്ള രൂപത്തിൽ ഒരു മരുഭൂമിയിലൂടെ യാത്ര പോകുന്നു. കുറെ നടന്നപ്പോ ആ യാത്രക്കാരന്റെ ഒരു ക്ഷീണം ഉണ്ടായി. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, അപ്പോൾ അവന്റെ കണ്ണിൽപ്പെട്ട ഒരു വൃക്ഷത്തിന്റെ ഒരു മലച്ചുവട്ടിൽ അയാൾ വിശ്രമിക്കാൻ വേണ്ടി കിടക്കാണ്. മരുഭൂമിയിൽ ഒരു തണല് കിട്ടാൻ വേണ്ടി ഭയങ്കര സംഭവമാണ്. ആ ഒരു തണല് കാണുമ്പോൾ അയാൾ ക്ഷീണിച്ച് കിടക്കുന്നു. കുറെ നേരം ക്ഷീണിതനായി ഉറങ്ങിയിട്ട് എണിച്ചു നോക്കുമ്പോ അയാളുടെ ഒട്ടകം കാണുന്നില്ല. ആ ഒട്ടകത്തിലോ അവന്റെ വസ്ത്രമുണ്ട്, അവന്റെ വെള്ളമുണ്ട്, അവന്റെ ഭക്ഷണമുണ്ട്. മരുഭൂമി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവിടെ വെള്ളം നഷ്ടപ്പെട്ട് അവനെ മരിച്ചു പോകും മനുഷ്യൻ. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും. ഉറങ്ങിത്തിരിക്കുമ്പോ ഓരോ ഒന്നും കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ മനസ്സ് എത്ര പിടക്കും, ആ മനുഷ്യന്റെ മനസ്സ് എത്ര വേദാവും. അങ്ങനെ വേദാവോടെ പിന്നെയും അയാൾ ഇങ്ങനെ കുറച്ച് മയങ്ങിപ്പോയി. രണ്ടാമത് ഇങ്ങനെ എണിച്ചു നോക്കുമ്പോ അയാൾ ഒട്ടകവും ആ ഒട്ടകത്തിലുണ്ടായിരുന്ന ഭക്ഷണവും വസ്ത്രവും എല്ലാം അയാളുടെ മുന്നിൽ നേരെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ആ അടിമയുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം എത്രയാണ്, സന്തോഷം എത്രയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒരു അടിമ അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങുമ്പോ, ഒരു അസ്തഗ്ഫിറുള്ള ചെല്ലുമ്പോ ആ അടിമക്കുണ്ടായ സന്തോഷത്തിനേക്കാൾ ഇരട്ടി സന്തോഷം റബ്ബായ അള്ളാഹിനുണ്ടാകുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് നമ്മുടെ തൗബ ആ രൂപത്തിലുള്ള തൗബയായി അള്ളാഹു ഏറ്റെടുക്കട്ടെ. തന്റെ മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? നിരന്തരമായി തൗബ ചെയ്യേണ്ട മാസമാണ്. കിട്ടുന്ന സമയങ്ങൾ ആരെങ്കിലും കുർബാന, ആരെങ്കിലും ഫിത്ന, ഫസാദ് അതെല്ലാം ഒഴിവാക്കാം. മറ്റുള്ള മാസങ്ങളിൽ കുറെ പറഞ്ഞില്ലേ, മറ്റുള്ള മാസങ്ങളിൽ കുറെ ആക്കിയില്ലേ. ഈ റമദാനും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇബ്ലീസിനെ കെട്ടിയിട്ട മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. ഇബ്ലീസിനെ കെട്ടിയിട്ട മാസമാണ്. നാം സ്വയം ഇബ്ലീസ് ആവരുത്, നാം സ്വയം ശൈത്താന്മാരാവരുത്. ഈ റമദാനിൽ അനാവശ്യങ്ങൾ മുഴുവനും തിരുത്തിവെക്കാൻ. കഴിഞ്ഞ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പലരും മരിച്ചുപോയിട്ടുണ്ട്. ഇത്തരം ആളുകൾ ഈ റമദാനിന്റെ തൊട്ടൊരാഴ്ച മുമ്പ് ഈ റമദാനിൽ നാം എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നല്ല വാർത്ത പറഞ്ഞിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു മഹാനായ മർഹൂം മസ്ഊദ് സഖാഫി ഉസ്താദ്. ഇവിടുന്ന് വാർത്ത കേട്ടാൽ തന്നെ ഭയങ്കര ഒരു കുടുംബയാണ്. ഈ റമദാനിൽ എന്ത് ചെയ്യണം എന്ന് നല്ല വാർത്തയ്ക്ക് പറഞ്ഞ ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, റമദാനിന്റെ കുറച്ച് ദിവസം മുമ്പ് ഉസ്താദ് മരിച്ചുപോയി. ഇതാണ് ജീവിതം. കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്ന എത്ര പണ്ഡിതന്മാർ, എത്ര ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ. ഇതിനകത്ത് നമ്മുടെ പട്ടികാടിയിൽ സനത് വാങ്ങേണ്ടിയിരുന്ന 2 ഫൈസികൾ അപകടത്തിലുണ്ട് മരിച്ചുപോയി. ചെറുപ്പക്കാരാണ്. നമ്മുടെ പരിസരങ്ങൾ ആളുകളിൽ എത്ര ആളുകൾ. ഇതല്ലേ മനുഷ്യൻ, ഇതല്ലേ മനുഷ്യൻ. ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ നമ്മെ കുറിച്ച് 40 ആളുകൾ നല്ലത് പറയണം. റസൂലുള്ളാഹി അങ്ങനെയാണ്. ഒരു മനുഷ്യൻ മരിച്ചാലല്ല, ഒരു മനുഷ്യൻ മരിച്ചാൽ റസൂലുള്ളാഹി ഞങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ആ മനുഷ്യന്റെ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് 2 മലക്കുകൾ നിൽക്കുന്ന, ആ മനുഷ്യന്റെ വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് 2 മലക്കുകൾ നിൽക്കുന്നതാണ്. എന്തിനാ നിൽക്കുന്ന അറിയോ? മയ്യത്ത് നോക്കിയിട്ട് തിരിച്ചു പോകുന്ന ആളുകളുടെ സംസാരം എഴുതി വെക്കാനാണ്. എന്നിട്ടോ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, മയ്യത്ത് നോക്കി തിരിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ 40 ആളുകൾ ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നല്ല മനുഷ്യനായിരുന്നു, അവിടെ പള്ളിക്ക് വേണ്ടി ഒരേ കഷ്ടപ്പെട്ട ആളാണ്, റമദാനിൽ സജീവമായ പള്ളിയിലുണ്ടായിരുന്ന ആളായിരുന്നു. എപ്പോ കണ്ടാലും പാവം കയ്യിലെന്തെങ്കിലും ഒരു ചിരി ഉണ്ടാവും, എപ്പോ സലാം പറയും. ഇങ്ങനെ 40 ആളുകൾ നമ്മെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗക്കാരനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന്റെ മുമ്പിൽ നാം കഷ്ടപ്പെടേണ്ടത് അതല്ലാതെ നമ്മുടെ വഴി നോക്കിയിട്ട് പോയല്ല. അല്ലത്തില്ല. ഇങ്ങനെ നമുക്ക് കുറിച്ച് പറഞ്ഞാലോ, നാടിന്റെ ബുദ്ധിമുട്ട് പോയല്ലോ, എന്ത് ബുദ്ധിമുട്ട് പോയത്.
കുടുംബത്തിന് ബുദ്ധിമുട്ട്, നാട്ടിന് ബുദ്ധിമുട്ട്, പള്ളിക്ക് വിദ്യ, കുടുംബത്തിന് വിദ്യ, അയൽവാസിക്ക് വിദ്യ, ഇങ്ങനെ നമ്മെക്കുറിച്ച് മോശമായ വാക്കുകൾ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് വലിയ നഷ്ടല്ലേ, വലിയ നഷ്ടല്ലേ. അതിന് വേണ്ടിയിട്ട് എന്തിനു നാം തയ്യാറെടുപ്പ് നടത്തണം? മരിച്ചു പോകേണ്ട നമുക്ക് മരിച്ച സമയത്തും മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലും നല്ലത് കിട്ടാനല്ലേ നാം ചെയ്യേണ്ടത്? എത്ര അമലേറ്റും രക്ഷപ്പെടാൻ കഴിയോ? മഹതിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇന്നലെ ഞാനായിരുന്നു ഫാത്തിമ ബീബിയുടെ ആണ്ട് ദിവസം. ആ ബീബിയുടെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പറയുമ്പോൾ സദസ്സിലൂടെ പലരും കരഞ്ഞുപോയി. നല്ല ജീവിതമായിരുന്നു അല്ലെ. മഹതിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഇതുപോലെ റമദാനിന്റെ ഒരു പകലിൽ മരിച്ചുപോയ മഹതിയാണ്. പക്ഷേ ഖബറടക്കിയത് രാത്രിയാണ്. അറിയോ എന്റെ ഫാത്തിമ ബീവിയുടെ വസിയത്തായിരുന്നു, ഞാൻ മരിച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് മയ്യത്ത് ദഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കേണ്ടത് രാത്രിയിലായിരിക്കണം, പകലിൽ ഇറക്കരുത്. എന്റെ പകൽ സമയത്ത് മയ്യത്ത് കട്ടിലൂടെ എന്നെങ്ങനെ കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് ഏതെങ്കിലും ഒരു അന്യപുരുഷൻ കണ്ടാലോ എന്ന ആ ഒരു ചിന്തയിൽ മയ്യത്ത് കണ്ടാലെന്നാണ്. മയ്യത്ത് എന്ന് പറഞ്ഞാൽ തുറന്ന മയ്യത്തല്ലോ. മയ്യത്തിന് കഫനുണ്ടാവും, കഫനുണ്ടാവും, അതിന്റെ മുകളിൽ പിന്നൽ നിർവഹിച്ചിട്ടുണ്ടാവും, മയ്യത്ത് കട്ടിലുണ്ടാവും. അതിന്റെ ഉള്ളിലുള്ള മയ്യത്ത് ആരും കാണണ്ട. അല്ലെങ്കിൽ പൊതുവെ രാത്രി മയ്യത്തിന് ദഫൻ ചെയ്യാൻ കാണണം. രാത്രി മയ്യത്ത് ദഫൻ ചെയ്യാൻ പൊതുവെ കാണുന്ന നല്ലതല്ല. പക്ഷെ ഫാത്തിമ ബീവിയുടെ വസിയത്താണ് അത് രാത്രി ദഫൻ ചെയ്യണോ, എന്റെ ആരണോ, അന്യർ എന്നെ കാണണ്ടെന്നാണ്. എന്തൊരു ജീവിതം, എന്തൊരു അവസ്ഥയാണ്. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ അല്ലെ ഹയാത്തുള്ള സമയത്ത് പോലും ഒരു അവസ്ഥ മറക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു സമുദായമാണ്. അതിന്റെ പേരിൽ ഇവിടെ മുസ്ലിം പെണ്ണമക്കൾ ഇത് ഹിജാബ് എന്ത് പുറത്ത ആരും മുസ്ലിങ്ങൾ തന്നെ അതിനെ മാറ്റണോ എന്ന് കോളേജിൽ പഠിക്കുന്ന സഹോദരിമാർ സംസാരിക്കുന്ന കാര്യമാണ്. നമ്മുടെ സമുദായത്തിന്റെ ബോധം നൽകുമാറാകട്ടെ അല്ലെ. എന്തെല്ലാം അനാവശ്യങ്ങൾക്ക് വേണ്ടി സഹോദരിമാർ പുറത്തിറങ്ങുന്ന കാലം പറയുമ്പോൾ ഇതിനെ കുറിച്ച് പല കാരണങ്ങളും പറഞ്ഞു. ഏത് കാലത്തുള്ള നിങ്ങൾ പൊട്ടന, നിങ്ങൾ ഹാഫില, 2025 റസൂലുള്ളാഹിന്റെ കാലായി എന്നെ പറയുന്നതാണ്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ കടന്നിട്ടേ നമുക്ക് കടക്കാൻ പറ്റൂ. അതിന് മുമ്പ് ഏതായാലും കടക്കാൻ പറ്റുന്ന ഉറപ്പാണ്. നൂറ്റാണ്ടിൽ 1-ാം നൂറ്റാണ്ടിൽ താമസിച്ച ജീവിച്ച ആളുകൾ കടന്നതിന് ശേഷമല്ലാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ക്വാളിറ്റി അവസാന ക്വാളിറ്റിയാണ്. ഇതേ പോലെ നമ്മുടെ നാട്ടിലുള്ള ഇതേ പോലെ ക്വാളിറ്റി അവസാനം. എന്നിട്ട് നമുക്ക് ഭയങ്കര ആയിരിക്കും എന്ത് ഉപദേശം, എന്ത് ക്ലാസ്, നിങ്ങൾ എന്ത് വ്യാപിച്ച് പണ്ടത്തെ വേണ്ട ഇന്നത്തെ വേണ്ട ഇതൊക്കെ പറയുന്ന കാലം പറയാൻ ഭയങ്കര പേടിയാണ്. നമ്മളത് ദൈവമല്ലാത്തതുകൊണ്ട് എന്നും പറയും. അപ്പോ പറഞ്ഞു വന്നത് ആ മഹതിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മഹദിയവരുടെ രാത്രി മദീനയുടെ ജന്നത്തുൽ ബഖീലാണ് ഫാത്തിമ ബീവിയുടെ ഖബറുള്ളത്. ആ ഖബർ ശരീഫിലേക്ക് ഫാത്തിമ ബീവിയുടെ മയ്യത്ത് താഴ്ത്തി വെക്കുന്നു. അപ്പോൾ അക്കൂട്ടത്തിലുണ്ടായ ഒരു സ്വാമി മയ്യത്ത് താഴ്ത്തിയിട്ട് മൂട് കണ്ടെല്ലാം വെച്ചതിന്റെ ശേഷം മയ്യത്തിനോടൊരു വാത് പറഞ്ഞു, ഓ ഖബറേ, നിന്റെ ഉള്ളിൽ ഈ രാത്രി ഞങ്ങൾ താഴ്ത്തി വെച്ചത് സാധാരണ ഒരു ശരീരമല്ല, സാധാരണ ഒരു പെണ്ണല്ല, പിന്നെയോ മുത്തായ റസൂലുള്ളാഹ് തങ്ങൾ അവിടുത്തെ കരന്റെ കഷ്ടമാണെന്ന് പഠിപ്പിച്ച ഫാത്തിമ ബീവിയുടെ മയ്യിത്താണ്, അവിടുത്തെ ശരീരമാണ്. മറ്റുള്ള ആളുകളോട് നീ കാണിക്കുന്ന ഒരു പ്രകൃതി, ഒരു സ്വഭാവം ഫാത്തിമയോട് നീ കാണിക്കരുത്. അവരെ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞിട്ട് അവിടുത്തെ സ്വഭാവത്തിൽ അവരിനോടൊരു വാദ പറഞ്ഞു. അത് പറഞ്ഞപ്പോ അവിടെ ചുറ്റുഭാഗത്തിലുണ്ടായ ആളുകൾ മുഴുവനും കേൾക്കുന്ന രൂപത്തിൽ ഖബർ സംസാരിച്ചു. ഖബർ സംസാരിക്കോ? നമ്മ പൊട്ടന്മാരല്ലേ, നമുക്ക് എന്തെങ്കിലും തിരിയോ? നമ്മൾ ഈമാന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, വീക്കായിട്ടുണ്ട്. എല്ലാം സംസാരിക്കും, തോട് സംസാരിക്കും. കല്ലിന്റെ പറഞ്ഞില്ലേ, 6ാമത്തെ തറാവീഹ് നിസ്കരിച്ച ആളുകൾക്ക് എല്ലാ കല്ലുകളും എല്ലാ വൃക്ഷങ്ങളും ആ നിസ്കരിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്നതാണ്. ഈ പവറുണ്ട്. പക്ഷെ നമ്മുടെ കേൾക്കാനുള്ള കഴിവില്ല. എല്ലാം സംസാരിക്കാൻ, പോത്ത് സംസാരിക്കുന്നുണ്ട്, ആട് സംസാരിക്കുന്നുണ്ട്, കോഴി സംസാരിക്കുന്നുണ്ട്, മരങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ചെവിയുണ്ടല്ല, അത് പറഞ്ഞാൽ പറഞ്ഞാൽ പോയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കേൾക്കുന്നില്ല. ഞങ്ങളെ സംസാരിച്ച് എന്നെ കേൾക്കുന്നില്ല. എനിക്ക് കുറെ മിഷൻ വെക്കുന്നുണ്ട്, കുറെ ചെവിന്റെ ഡോക്ടർ കാണിക്കുന്നുണ്ട്, കുറെ ബോക്സ് വയ്ക്കുന്നുണ്ട്. എന്റെ പ്രശ്നം കേൾക്കുന്നില്ല സാറ്, അത് കേൾക്കുന്നില്ല. ഒരിടത്തും ഉണ്ടാകാൻ വേണ്ടി പള്ളികളിൽ കൊണ്ടുപോകും, ചോറും ഉണ്ടാക്കും. ഓർക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ചോറും ഉണ്ടാവും. ഓരോ ഭയങ്കര ജോലി അവരോട് സംസാരിക്കും. കാരണം ഓരോ കേൾക്കുന്ന ഓരോ കോട്ട തന്നെ ഓരോ കേൾക്കുന്നില്ല. ചെവി
അങ്ങനത്തെ ആളുകളെ ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് കേൾക്കില്ല, ഓരും കേൾക്കില്ല. അപ്പൊ ഏതോ അവരുടെ വാദം പറഞ്ഞപ്പോ അവർ സംസാരിച്ചു. എന്തായാലും പറഞ്ഞത് എത്ര ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ മതിയാവില്ല. റമദാൻ വന്നിട്ട് മുഴുവൻ അമൽ ചെയ്താലും മതിയാവില്ല. ഫാത്തിമ ബീവിയോട് അവർ താത്തിയിട്ട് വാദം പറഞ്ഞപ്പോ അവർ പറഞ്ഞത് ഇല്ല മോനെ, ഇവിടെ രക്ഷപ്പെടാൻ കഴിയൂല. ആരുടെ കുടുംബം കഴിഞ്ഞ് പറഞ്ഞ് ഇന്നാരുടെ മകനാണെന്ന് പറഞ്ഞ് കുടുംബ മഹിമ പറഞ്ഞ് അല്ലെങ്കിൽ നാടിന്റെ പ്രസിഡന്റാണ്, ഖാദിയാണ്, തങ്ങളാണ്, ഉസ്താദാണ്, അല്ലെങ്കിൽ ഖതീബാണ് എന്നൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലമല്ല കേട്ടോ. ഇവിടെ രക്ഷപ്പെടണോ അവരവൻ സ്വന്തമായി അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്നൊരു വാദം ഇങ്ങോട്ടും നമുക്ക് ബാധകമാണ്. നമ്മുടെ കയ്യിൽ അവരുണ്ടായാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഒരുപാട് സാലിഹായ അമലുകൾ മരണത്തിന് മുമ്പ് റമദാനുകളിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെയ്ത് ആഖിറത്തിൽ സ്വർഗം ചോദിച്ചു വാങ്ങുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ശാന്ത നിർത്തുന്നു. ഇപ്പോഴുള്ള ക്ലാസ് എല്ലാ ദിവസവും സുബഹിക്കുണ്ട് വരാൻ പറയുമ്പോൾ എത്ര മതി കേട്ട് കേട്ട് മടുത്തുപോയി. ടൈം പാസ് ഇവിടെ ടൈം പാസ് 2 മണി 4 മണിയായി നോമ്പ് തുറക്കാൻ അങ്ങനെ ഇപ്പത്തെ ഇമ്മിന്റെ സദസ്സങ്ങനെ പഠിക്കണോ അല്ലെങ്കിൽ അങ്ങനെ ചില ആൾക്കില്ല, കേൾക്കുന്ന ആൾക്കില്ല. പണ്ടന്റെ വാദോടുകൂടി എന്ത് വാദം അത് കേൾക്കാൻ ദൂർക്ക് തുടങ്ങി അസർ വരെ വാദോടുകൂടി കേൾക്കാനും ആളുണ്ട്, കരയാനും ആളുണ്ട്, കരയിപ്പിക്കാനും ആളുണ്ട്. ഇന്ന് പറയാൻ ഭയങ്കര മടി, അതിനെക്കാളപ്പോൾ കേൾക്കാനും മടി. ഏതായാലും ഇൻഷാല്ലാ കുറച്ചാണെങ്കിൽ അള്ളാഹു അതുകൊണ്ട് നഫുണ്ടാക്കിയാൽ കുറച്ച് മതിയാവും. അള്ളാഹു അങ്ങനെയുള്ള സദസ്സായി നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ആമീൻ.